എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ മെയ് 30 വരെ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതായത് polyadmission.org എന്നുള്ള വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാറ്ററൽ എന്നുള്ള ഭാഗത്ത് ഈ ഒരു രണ്ടാമത്തെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ +2 നിശ്ചിത വിഷയങ്ങൾക്ക് യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക് കോഴ്സുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് സീറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ പ്രോസ്പെക്ടസിലാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു സെക്കൻഡ് ഇയറിലേക്ക് അതായത് തേർഡ് സെമസ്റ്ററിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ലാറ്ററൽ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് പ്രവേശനം നേടുകയാണെങ്കിൽ പിന്നീട് അടുത്ത 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ആ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് നൽകാനുള്ള അപേക്ഷ ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30 അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 31 അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റാണ് ഈ ഒരു 30. അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 അതുപോലെ പബ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അത് 5 അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്പീൽ ആൻഡ് കറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ അതായത് നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങളുടെ ആ ഒരു തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു 11 അതായത് 11/6/2024 ആണ്. അതായത് ഈ ഒരു ജൂൺ 11 ആണ്. അതുപോലെ പബ്ലിക്കേഷൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 14/6/2024 അതായത് ഈ ഒരു ജൂൺ 14. അപ്പോൾ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ അതായത് ഈ ഒരു അഡ്മിഷൻ ആരംഭിക്കുന്നത് 18 മുതൽ 22 വരെയാണ്. അതുപോലെ സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുന്നത് 25 മുതൽ 29 വരെയാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 15 മുതലാണ്. അതായത് ഈ ഒരു 15 മുതലുള്ള ഈ ഒരു 15 അഡ്മിഷൻ ക്ലോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ കോളേജിലെയും സീറ്റുകളുടെ വിവരങ്ങളും അതുപോലെ തന്നെ ഫീസ് ഡീറ്റെയിൽസും സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതായത് IHRDയിലുണ്ട്, അതുപോലെ ഗവൺമെൻറ് സീറ്റുണ്ട്, സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കാൻഡിഡേറ്റ്സിന് ഈ ഒരു അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്കും അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +2 പഠിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് എന്നിങ്ങനെയുള്ള കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ സാധാരണ അപേക്ഷകർക്ക് 400 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 200 രൂപയുമാണ് ഫീസ് വരിക. ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അപേക്ഷ സംബന്ധിച്ചുള്ള ആ ഒരു അതുപോലെ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നോക്കിയ ശേഷം ഈ ഒരു അപേക്ഷ നൽകുക. അതുപോലെ അപേക്ഷ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അപേക്ഷയിൽ തെറ്റുകൾ വരുത്താനായിട്ട് പാടുള്ളതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ റിസർവേഷൻ എങ്ങനെയാണ് നൽകുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ റിസർവേഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് SC BC OBC വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു അതായത് SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഇതായിരിക്കണം, അതായത് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും ഓരോ പ്രോഗ്രാംസിൻ്റെ പേരും അതുപോലെ തന്നെ അതിന് നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിരിക്കേണ്ട ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ കോഴ്സ് ഇതിനോടൊപ്പം ഏതെങ്കിലും പഠിച്ചിരിക്കണോ എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് കോഡുകളുടെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷയിൽ നൽകുന്ന ആ ഒരു ഡീറ്റെയിൽസ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യവും ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെ ഇതുപോലുള്ള ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എത്ര വർഷമാണ് എന്നുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ആകെ 3 വർഷം വാലിഡിറ്റി ഉള്ളത് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല, അതായത് ഇത്ര വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോക്യുമെൻ്റൊക്കെ 1 ഇയർ മാത്രമാണ് അതിൻ്റെ വാലിഡിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അഡ്മിഷൻ ഫീസ്
അതായത് ഈ ഒരു അഡ്മിഷൻ ഫീസ്, അതുപോലെ തന്നെ സെമസ്റ്റർ ഫീസ്, ഇത് ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്നിങ്ങനെയുള്ള ഓരോ ഫീസ് ഡീറ്റെയിൽസും, അത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ ഫീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫീസ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ഫീസ്, അതുപോലെ തന്നെ ക്യാപ്പ് കോളേജുകളിലെ ഫീസ് എന്നിങ്ങനെ വിശദമായിട്ട് ഓരോ കോളേജുകളുടെയും സെപ്പറേറ്റ് ഫീസ് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഫുൾ ഫോം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വെബ് പേജ്, അതായത് ഈ ഒരു PDF നിങ്ങൾ, അതായത് നേരെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക് കോളേജസ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതിൽ ഈ ഒരു പോളിടെക്നിക് കോഴ്സിൻ്റെ ആ ഒരു പേരും അതുപോലെ തന്നെ അതിൻ്റെ കോഡും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പേജിലുള്ള കോഡുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 30-ാം തീയതി വരെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതും, അതുപോലെ 31-ാം തീയതികളിൽ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് സംബന്ധിച്ചുള്ള ലിസ്റ്റുകൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാംസിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഏതാണ്, ആ ഒരു കോഴ്സ് മാത്രമാണ് അതിൽ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നോക്കുന്ന സമയത്ത് ഏത് കോഡാണ്, അതായത് ആ ഒരു ബ്രാഞ്ചിൻ്റെ കോഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ പ്രോഗ്രാംസ് ആൻഡ് ബ്രാഞ്ച് അതായത് കോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഏതാണ് ഈ ഒരു കോഡ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.